ഒരു രാജ്യത്ത് മതം താൻ അംഗീകരിക്കുന്ന മതം തൻ്റെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സാഹചര്യമുള്ളിടത്തോളം കാലം ആ നാട്ടിൽ യുദ്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പുറപ്പെടുന്ന ഘട്ടങ്ങളിൽ അവരെ ഫജ്റിൻ്റെ സമയത്ത് പ്രത്യേകമായി കൊണ്ട് ആ നാടുകളിൽ പോയി ഇങ്ങനെ കാതോർക്കുമായിരുന്നു എന്നാണ്. വാങ്ക് വിളിക്കണ ഒച്ച കേൾക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിൽ യുദ്ധം ചെയ്യില്ല എന്നാണ്. അവിടെയാണ് ചില ആൾക്കാർ ബദറിൻ്റെ പേരും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യത്തിനെ ഉണ്ടാക്കേണ്ട പണിയെടുക്കേണ്ടത്. ആ ചെയ്യുന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്, ഇസ്ലാമിന് അന്യമാണ് എന്നുള്ളതാണ് നമ്മൾ എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ, അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ ആവശ്യകത പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടാളത്തിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതൊക്കെ അതിൻ്റെ വേറെ ഘട്ടമാണ്. അത് വ്യക്തികൾക്കുള്ളതല്ല, അത് ഭരണകൂടം ചെയ്യേണ്ടതാണ്. വ്യക്തികൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു ഏതൊരു ആദർശമാണോ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, ആ ആദർശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കറകളഞ്ഞ വിശ്വാസികളെ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ എണ്ണം ഒരു പ്രശ്നമല്ല, നമ്മുടെ വണ്ണം ഒരു പ്രശ്നമല്ല, നമ്മുടെ സംഘബലം ഒരു പ്രശ്നമല്ല, നമ്മുടെ ആയുധബലം ഒരു പ്രശ്നമല്ല, ഒരു സായുധ കരുത്ത ഒരു പ്രശ്നമല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ബദറിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് ആ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു എന്താക്കുകയായിരുന്നു? അത് നബിയുടെ മേൽ തീരുമാനമാക്കുകയായിരുന്നു യുദ്ധം ചെയ്യണം എന്നുള്ളത്. അതെന്തിനാണ്? ഈ ഒരു വലിയ പാഠം പഠിപ്പിക്കാനാണ്. അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ പോലും ഉറച്ച വിശ്വാസം നമുക്കുണ്ടോ? കറകളഞ്ഞ വിശ്വാസമുണ്ടോ? തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ നമ്മളുണ്ടോ? ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന നാട്, സാഹചര്യം, ഇതൊക്കെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വിശ്വാസിയും ഓരോ കാലഘട്ടത്തിലും ജീവിക്കാൻ. അതല്ലാതെ എന്തെങ്കിലും ഒരു ആവേശപ്രസംഗം നടത്തി ആളുകളെ എന്താണ് പറയുക, അങ്ങനെ ധരിപ്പിച്ച് നിർത്തി അതിൻ്റെ ഭാഗമായി കൊണ്ട് കലാപങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു വഴികളിലേക്കും ആളുകളെ തിരിച്ചുവിടുക എന്നുള്ളത് ഒരിക്കലും അത് ശരിയായ നിലപാടല്ല. അത് യഥാർത്ഥ സലഫിയത്തിൻ്റെ വഴിയല്ല. മറിച്ച് അത്തരം ചിന്തകളൊക്കെ ഇഖ്വാനിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടും ഖവാരിജിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ കടന്നു വന്നതാണ് എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.